ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ഇമോഷൻസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഓഫ് എന്തൊക്കെ കഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല യെറ്റ്. സോ നമ്മൾ പോകുകയാണ് ഗൈസ്, പോകുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയേക്കാണ് കേട്ടോ. വഴിയെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഒരുപാട് ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല, ആകെ 3 ദിവസത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബാഗും ഒരു സൈഡ് ബാഗും മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് നൈറ്റ് 11:45-നാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങളിവിടെ വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്ന് ഞങ്ങളിനി കോഴിക്കോട് എത്തണം. കോഴിക്കോട് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ അത് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഏറ്റവും വേഴ്സ്റ്റായിട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്തുള്ള ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ളൊരു പാർട്ടാണ് മേധുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. ഞങ്ങൾക്കായാലും ഇമോഷണലി വല്ലാണ്ട് നമ്മൾ ഡൗൺ ആകും, മേധുവും വല്ലാണ്ട് ഡൗൺ ആകും. അപ്പോൾ മേധുവിന് ആകെ വിഷമമായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ നേരം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ ഉറപ്പായാലും കരയും. അതുകൊണ്ട് അവളെ കുളത്തിലൊക്കെ പറഞ്ഞ് പുറകോട്ടൊക്കെ വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ഇവിടുന്ന് ഒരു ഷോർട്ട് റൂട്ടുണ്ട്. ആ ഷോർട്ട് റൂട്ട് വഴിയാണ് കയറുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് ആകെ പണി വാളാൻ തുടങ്ങി. മഴ പെയ്തു. പക്ഷെ ഞങ്ങൾ അത്രയും ടെൻഷനൊന്നും ആയില്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാലും കുറച്ചൊന്ന് തണുപ്പാകുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ടെത്തി കൽപ്പറ്റയൊക്കെ എടുക്കാനായപ്പം ഞാനിങ്ങനെ വല്ലാതെ കോൺഫിഡൻസ് വാരി വെതറുകയായിരുന്നു പപ്പേനോട്. പപ്പയെ മഴ കുറഞ്ഞോളും, കാരണം 4 മണിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4:45 ഇറങ്ങിയത്. അപ്പോൾ ടൈം പോയാലോ അതോ നേരത്തെ അവിടെ റീച്ച് ആവാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനത്തെ പലതരത്തിലുള്ള ടെൻഷൻസ് ആയിരുന്നു കേട്ടോ പപ്പയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ കോൺഫിഡൻസ് വാരി വെതറാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും ഞാൻ പെട്ടത്. കാരണം കൽപ്പറ്റ വൈത്തിരിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഹെവി റെയിനായി. എന്നാലും ഞാൻ പിന്നെയും പ്രതീക്ഷ വാരി വെതറായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ കോടയൊക്കെ വരുന്നുണ്ടോ, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. കോടയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനും പിന്നെ നമുക്കങ്ങനെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ചുരം എത്തിക്കഴിയുമ്പോൾ ഒട്ടും സ്പീഡിൽ പോകാൻ പറ്റില്ല. ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാകും. അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ പറയാണ്, വേറൊരു ജില്ലയിലേക്കല്ലേ പപ്പ കയറാൻ പോകുന്നത്, മഴ എന്തായാലും കുറയുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മഴ കുറഞ്ഞില്ല, മഴ ചതിച്ചു. മഴ ചുരത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല ഹെവി റെയിനായിട്ടോ, കണ്ണ് കാണാൻ പറ്റില്ലാത്തത്ര മഴയായി. പിന്നെ ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റായി പോയാലോ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ വേഗം കുറച്ച് തിരക്കില്ലാത്തൊരു സ്ഥലം തന്നെ നോക്കിയിട്ട്, അടിവാരം എന്ന് പറഞ്ഞ സ്ഥലമാണ് അടുത്ത്, അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഒരു തട്ടുകട സെറ്റപ്പായിരുന്നു, അവിടെയാണ് കയറിയത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഞാനും പപ്പയും കൂടിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടവും കഴിച്ചു. ഏച്ചി കപ്പ ബിരിയാണി കഴിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എവിടെയും നിർത്തുമൊന്നും വേണ്ടി വരില്ല. അത്യാവശ്യം വിശപ്പൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി കേട്ടോ. കാരണം ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ 4 വരിപ്പാതയും 5 വരിപ്പാതയും 6 വരിപ്പാതയൊക്കെ ആയിട്ടുണ്ട് ഡെവലപ്പായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൂട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയായിട്ടോ. ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഏറ്റവും മെയിനായിട്ട് ബ്ലോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ച് 15 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. യെറ്റ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ചേച്ചിക്കും ടെൻഷനായിട്ട് വയ്യ. എൻ്റെ മെയിൻ ഒരു പരിപാടിയാണ്. ടെൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടത്തിൽ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ തുടങ്ങും. ഞാൻ പിന്നെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് ഒന്നാമത് ആരുമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ, എങ്ങനെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയേഴ്സ് വരുന്നത്, ഒന്നിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരോടും ചോദിച്ച് ഓരോന്നൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കയറി. വെയിറ്റിംഗ് ടൈമിനാണ് ഒന്ന് ഫ്രീ ആയത്. ഇനിയിപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ പോയി കയറുക എന്നുള്ളതാണല്ലോ. ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസും വളരെ നന്നായിരുന്നു കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യം ഇങ്ങനെ വീഡിയോസ് കണ്ടും പിന്നെ അമ്മ ഒരു ഹെവി ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതെല്ലാം കാരണം വലിയ ടെൻഷൻ ആയില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആകെയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് 3 hours 15 minutes ഉണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് ട്രാവൽ. അപ്പോൾ ആ ഒരു ടൈം ഇതിൻ്റെ ഉള്ളിൽ ബോറടിച്ചിരിക്കുന്നത് മാത്രമാണ് ഒരു സാഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒന്നുമല്ല, ഭീകരമായ ഒരു എയർപോർട്ട്. ബൈ ദ വേ ഞാൻ പറഞ്ഞില്ല അല്ലേ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാനും എൻ്റെ ചേച്ചിയും കൂടി മസ്കറ്റിലൊരു വൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പം ഞാൻ 3 വർഷത്തെ കഥ ഓൾറെഡി പറഞ്ഞ പോലെ കഴിഞ്ഞ 3 years ആയിട്ട് ഞാനും കഴിഞ്ഞ 2 years ആയിട്ട് എൻ്റെ ചേച്ചിയും ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വൈ? ബിക്കോസ് ഞാനും എൻ്റെ ചേച്ചിയും പ്രൊഫഷണലി ചിലവർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ്.
ഞങ്ങളുടെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കുമല്ലോ പുറത്തു പോകുന്നുള്ളത്. അങ്ങനെ ഞാൻ പലതരത്തിലുള്ള എക്സാം എഴുതി. OET എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ ചെയ്തു, അത് കംപ്ലീറ്റ് ആയില്ല. അതിന് മുന്നേ ഇവർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അത് വഴിമുട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിലേക്ക് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് അതും നടന്നില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ഉണ്ടെന്നല്ലേ പറയാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ മസ്കറ്റിലേക്ക് എഴുതി. അത് ഞങ്ങൾക്ക് എല്ലാം റെഡിയായി കിട്ടി, ഓൾമോസ്റ്റ് ആയി. അപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാമും കൂടി ഉണ്ട്. ആ ഒരു എക്സാം ഫൈനൽ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ കൺഫ്യൂഷൻ വന്നില്ല കേട്ടോ. പെട്ടെന്ന് അവിടുത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സ്റ്റാഫ് വന്നു. അവിടുന്ന് പിക്ക് ചെയ്ത് ഇവരുടെ മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അവർ തന്നെ അക്കോമഡേഷനിൽ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം. സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.